72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അരോമ ജലരാജാവ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നടുഭാഗത്തെ പിറകിലാക്കി അരോമ കന്നി അംഗത്തിൽ തുഴഞ്ഞു കയറിയത്. സനോജ് സുരേന്ദ്രൻ കൂടി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സനോജ്, എന്തായാലും ഫോട്ടോ ഫിനിഷിൽ അരോമ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. മത്സരവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളിലേക്ക്. അത്യന്തം ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു. ഫൈനൽ മത്സരം എന്ന കാര്യത്തിൽ തർക്കമില്ല. ആവേശകരമായ പോരാട്ടമാണ് നടന്നത്. ഇഞ്ചോടിച്ച് നടന്ന പോരാട്ടത്തിനൊടുവിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, അതായത് മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ആരോമ ഇത്തവണ ജലരാജാക്കന്മാരായി നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത്. ആരോമ 4.23.28 സെക്കൻഡിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എങ്കിൽ നടുഭാഗം 4 മിനിറ്റും 23 സെക്കൻഡും 4.8 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. വിയ്യപുരം 4 മിനിറ്റും 23 സെക്കൻഡും 7.70 മൈക്രോ സെക്കൻഡിലാണ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. അപ്പോൾ നമ്മൾ ഈ സമയക്രമം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു ഫൈനൽ മത്സരം എന്ന കാര്യത്തിൽ തർക്കമല്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ ഹീറ്റ് മത്സരത്തിൽ നടത്തിയ മികച്ച സമയം കുറിക്കാൻ ഈ ടീമുകൾക്കൊന്നും കഴിഞ്ഞില്ല എന്നതും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും വളരെ ആവേശം നിറഞ്ഞ മത്സരത്തിനൊടുവിൽ ആരോമ കന്നി അംഗത്തിലൂടെ ഈ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമ്മാനദാന ചടങ്ങുകൾ നടക്കുകയാണ്. സാംസ്കാരിക ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്, ഒപ്പം M ലിജു, കൊടിക്കുന്നിൽ സുരേഷ് MP, ഷാനിമോൾ ഉസ്മാൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മാന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വളരെ ആവേശമായിരുന്നു ഈ പുന്നമടക്കായലിൽ ഇന്ന് പകലുടനീളം കാണാൻ കഴിഞ്ഞത്. നാടിന്റെ നാനാതുറകളിൽ നിന്നും ആയിരങ്ങളാണ് ഈ പുന്നമടയിലേക്ക് ഈ മത്സര വള്ളംകളി കാണാൻ വേണ്ടി ഒഴുകിയെത്തിയത്. ഈ ജലരാജാക്കന്മാർ ആരാണെന്ന് കാണാൻ വേണ്ടിയുള്ള ആവേശകരമായ മത്സരത്തിനൊടുവിൽ ഹീറ്റ് മത്സരം പിന്നിട്ടപ്പോൾ ആര് ജലരാജാവാകുമെന്ന് പറയാൻ പോലും കഴിയത്തില്ലാത്ത വിധത്തിലാണ് ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട നിലയിലായിരുന്നു ഈ 4 ടീമുകളും ഫൈനൽ മത്സരത്തിലേക്ക് കടന്നത്. പിന്നിൽ പോയ ടീമുകൾക്കാണെങ്കിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത്. ഫൈനൽ മത്സരത്തിൽ കടന്ന വള്ളങ്ങളെല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട നിലയിലായിരുന്നു ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത്. ഒടുവിൽ ആരോമ ഇത്തവണ ജലരാജാക്കന്മാരായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മാനദാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ, സനോജ്, 4 വള്ളങ്ങളാണ് ഫൈനലിലേക്ക് എത്തിയത്. മേൽപ്പാടം, വിയ്യപുരം, നടുഭാഗം, ആരോമ. ഇപ്പോൾ സനോജ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ആരോമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആരോമയുടെ കന്നി അംഗമായിരുന്നു. ആ കന്നി അംഗത്തിൽ തന്നെ ജലരാജാവാകാൻ ആരോമയ്ക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായിട്ടും കന്നി അംഗത്തിൽ തന്നെ ജലരാജാക്കന്മാരാകുവാൻ ആരോമയ്ക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കന്നി അംഗത്തിലിറങ്ങിയ ചുണ്ടനായിരുന്നു ആർപ്പൂക്കര ചുണ്ടൻ. ആർപ്പൂക്കര ചുണ്ടനും ഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ആരോമ ഫൈനലിലെത്തുക മാത്രമല്ല ജേതാക്കളാവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സരത്തിൽ ഉടനീളം അത്യന്തം ആവേശം നിറഞ്ഞ ഒരു വീറും വാശിയും എല്ലാ മത്സരങ്ങളിലും കാണാൻ കഴിഞ്ഞിരുന്നു. ഹീറ്റ് മത്സരങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയാണ് ടീമുകൾ ഫൈനൽ മത്സരത്തിലേക്ക് കടന്നത്. ഈ ഹീറ്റ് മത്സരത്തിൽ ഏറ്റവും മികച്ച സമയം കരസ്ഥമാക്കിയ 4 ടീമുകൾക്കായിരുന്നു ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്. അങ്ങനെ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആരോമ ഇത്തവണ ജലരാജാക്കന്മാരായി മാറുന്നു. ഓരോ ടീമുകളുടെയും സമയം പരിശോധിക്കുകയാണെങ്കിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് അവസാനം ഒന്നിലേറെ തവണ റിപ്ലേ, അതായത് ഫിനിഷിംഗ് പോയിന്റിലെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് വിജയിയെ കുറിച്ച് അന്തിമ ഫലപ്രഖ്യാപനം പോലും നടത്തിയത്. അത്രമേൽ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ കഴിയത്തില്ലാത്ത വിധത്തിൽ വളരെ സൂക്ഷ്മമായ സമയത്തിനുള്ളിലാണ് ആരോമ ജലരാജാവായി കുതിച്ചു കയറിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് ഇത്തവണ ആരോമ ജലരാജാക്കന്മാരായി മാറുമ്പോൾ അതിന്റെ ആവേശം ഇവിടെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ, എന്തായാലും ആവേശോജ്വല മത്സരമായിരുന്നു നടന്നത്. അതിൽ ആരോമ ചുണ്ടൻ ജലരാജാവായിരിക്കുകയാണ്. ആരോമ ചുണ്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് അവരുടെ കന്നി അംഗമായിരുന്നു. കന്നി അംഗത്തിൽ തന്നെ ജലരാജാവാകാൻ സാധിച്ചു എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത്രയേറെ വാശിയേറിയ പോരാട്ടമായിരുന്നു. അതിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് നടുഭാഗത്തെ പിന്നിലാക്കി ആരോമ ജലരാജാവായത്. ഈ തൊഴിൽക്കാർക്ക് ഫുള്ള് ക്രെഡിറ്റ് കൊടുക്കുന്നു. വേണ്ടി പാചകം ഉണ്ടാക്കിയവര്, ഫുഡ് തന്നവര് എല്ലാവർക്കും നന്ദി. വേണ്ടി പ്രാർത്ഥിച്ചവർക്കും പച്ചത്തടിയിൽ 2014 ശേഷം പച്ചത്തടിയിൽ വിസ്മയം തീർച്ചവരാണ് ആരോമ ബോട്ട്. 2 ടൂർണമെന്റിലും വിജയം, 2 വ്യക്തമായ ലീഡില്
ഞങ്ങള് പ്രതീക്ഷ തന്നെ വന്ന വിജയമാണ്. ഒരു പ്രൊഫഷണൽസും ഇല്ല ഞങ്ങൾ ജയിച്ചത്. ഒരു മണിപ്പൂരി ഇല്ല, ഒരു നേവി ഇല്ല, ഒരു എയർപോർട്ട് ഇല്ല, ഒന്നുമില്ല. നാടൻ പിള്ളേരാ കപ്പെടുത്തത്. ഇത് ഞങ്ങളുടെ വിജയോട്, ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ വിജയമാണ്. കർഷക തൊഴിലാളിയുടെ മക്കളാണ്. ഫൈനലിൽ മത്സരം കടുപ്പമായിരുന്നു. ഫൈനലിൽ നല്ല കടുപ്പമായിരുന്നു. എതിരാളികളെ മോശമായിട്ട് കാണുന്നില്ല. പക്ഷെ മോശം ടൈം വന്നപ്പോഴും ഞങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. 100% ഞങ്ങൾ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമാണ് ചെയ്യുന്നത്. മൈക്രോ സെക്കൻഡ് ഇവിടെ ഫൈനലിൽ നടക്കത്തുള്ളൂ. അത് പ്രതീക്ഷ തന്നെ വന്നാണ്. അടിപൊളി മത്സരം, അടിപൊളി മത്സരം. ഞങ്ങളെ എഴുത്തള്ളിയവരെ, ഞങ്ങളെ കളിയാക്കിയവരെ, ഞങ്ങളെ പുച്ഛിച്ചവർക്കുള്ള മറുപടിയാണ്. ഞങ്ങളുടെയൊക്കെ അപ്പന്മാര് കഷ്ടപ്പെട്ട് തുഴച്ചില് പഠിപ്പിച്ചും പഠിച്ചും വന്നവരാണ്. അപ്പൊ അവരുടെ മക്കളെ ഞങ്ങള് ഒരാൾ പോലുമില്ല പച്ചത്തടിയിലാ വിസ്മയം തീർത്തത്. ഞങ്ങളുടെ അധ്വാനമാണ്. ബേബി ചാക്കോ എന്ന മനുഷ്യന്റെ വിയർപ്പാണ്. ബേബി ചാക്കോ എന്ന നമ്മുടെ ക്യാപ്റ്റൻ സതീഷ് സാറ്, എല്ലാവരും ബഹുമാന്യരെ, 72ാമത് നെഹ്റു ട്രോഫിയുടെ വിജയിയെ പ്രവചിക്കുന്നതിന് വേണ്ടി പബ്ലിസിറ്റി കമ്മിറ്റി നടത്തിയ പ്രവചന മത്സരത്തിൽ ആ വിജയിയെ പ്രവചിച്ചുകൊണ്ട് നടത്തിയ ആ പ്രവചനത്തിൽ നിന്ന് തെളിയിക്കുകയാണ്. ആലപ്പുഴ MLA തോമസ് നറുക്കെടുപ്പ് നടത്തുന്നു. എഴുപത്തിരണ്ടാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ അരോമ ചുണ്ടൻ ജലരാജാവായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ സമ്മാനദാന ചടങ്ങ് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരോമ ചുണ്ടന്റെ കന്നി അംഗമായിരുന്നു ഇത്. കന്നി അംഗത്തിൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കപ്പടിക്കാൻ അവർക്ക് സാധിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകും. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. ഒത്തിരി പുറകെ പോയി, ഏറ്റവും പുറകെ പോയിട്ട് കയറി വന്നതിൽ അമിത സന്തോഷം. നമുക്ക് ഭയങ്കര ടീം സ്പിരിറ്റ് ആയിരുന്നു. നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നോ? 100% ബെസ്റ്റ് ടൈമായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ജയിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. കന്നി മത്സരമായിരുന്നു. ഈ കന്നി മത്സരത്തിൽ കഴിഞ്ഞ വർഷം കപ്പടിച്ച വീരം വെള്ളത്തിലെ 2ാം താളക്കാരനായിരുന്നു ഞാൻ. ഇത്തവണ ആ ടീം ഫുൾ അരോമ ബോട്ട് ക്ലബിലോട്ട് വന്നു. അപ്പോഴും ഞങ്ങളെ പലരും കളിയാക്കി, നിങ്ങൾ പൈസയുടെ പുറകെ പോയി, നിങ്ങൾ ഓരോ ഇതിന്റെ കമ്പനിയുടെ പുറകെ പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങൾ തീർത്തും വീണ്ടും പരിശ്രമിച്ചു. 40-42 ദിവസം വരുന്ന അഹോരാത്രമുള്ള പരിശ്രമത്തിന്റെ ഫലമായത്. നിങ്ങൾക്ക് അന്യ സംസ്ഥാനക്കാരുണ്ടായിരുന്നു? ഒറ്റ അന്യ സംസ്ഥാനക്കാരില്ലാതെ 110 തുഴച്ചിൽക്കാരും 7 അമരക്കാര് 9 താളക്കാരും വെറും മലയാളികൾ മാത്രം വെച്ച് ജയിച്ച ടീമാണ്. മറ്റ് പല ടീമുകളിലും അന്യ സംസ്ഥാനക്കാരൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഉണ്ട്. നമ്മൾ അവരെ എതിർക്കുന്ന ഒന്നുമില്ല. നമ്മുടെ ടീമിൽ മലയാളികൾ ഉണ്ടായിരുന്നു. നമ്മൾ 100% പരിശ്രമിച്ചു. അതിന്റെ വിജയം ദൈവം തന്നു. എങ്ങനെയായിരുന്നു പരിശീലനം? പരിശീലനം ഏകദേശം ജൂലൈ 12-ാം തീയതി മുതൽ തുടങ്ങിയ പരിശീലനം. ഞങ്ങൾ അധികം ട്രാക്കിലോട്ടോ ഒന്നും വരാൻ പോയില്ല. ആകെ ഒരു ജൂലൈ ഒരു പകുതി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ട്രാക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരാനോ ഇല്ല, ഒന്നുമില്ല. നമ്മളെ പലരും പറയും നമ്മൾ പണത്തിൻ്റെ ഹുങ്ക് കൊണ്ടൊക്കെ പോയാന്ന് പറയും. നമ്മൾ അവിടെ പതുങ്ങിയിരുന്ന് പരിശ്രമിക്കുകയും എല്ലാം നല്ലപോലെ കഠിനാധ്വാനം ചെയ്തു. അതിൻ്റെ ഉപരി ഞങ്ങളുടെ കോച്ചുമാർ 2 പേരുണ്ട്, ബേബി ചാക്കോ സാറും ജിമി ചേട്ടനും. അതുകൂടാതെ 110 അംഗ ടീം അംഗങ്ങൾ, 7 പങ്കായക്കാർ, 9 താളക്കാർ. ഇതെല്ലാവരും ഒരു കഠിനമായ പ്രയത്നം. പിന്നെ അതിലുപരി അരോമ ബോട്ട് ക്ലബിൻ്റെ ഞങ്ങളെ ഫ്രീ ആക്കിയാൽ വിട്ട്. അരോമ ബോട്ട് ക്ലബ്ബ് ഞങ്ങളുടെ മേൽ ഒരു പ്രഷറും ചാർത്തുകയോ ഒന്നുമില്ല. ആദ്യമായിട്ടാണോ കൊല്ലത്തേക്ക് കപ്പ് കൊണ്ടുപോകുന്നത്? ആദ്യമായിട്ടാണ് കൊല്ലത്തേക്ക് കപ്പ് കൊണ്ടുപോകുന്നത്? അല്ല സാർ, ഇതിന് മുമ്പ് കൊല്ലത്തുനിന്ന് വന്ന ക്ലബ്ബുകൾ പലരും ജയിച്ചിട്ടുണ്ട്. ഇതിപ്പം വീണ്ടും കൊല്ലത്തേക്ക് ഒരു കപ്പ് പോയാലും പിന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം. എന്തായാലും വളരെ ആവേശത്തിലാണ് ആരോമ ബോട്ട് ക്ലബ്ബ്. കാരണം അവർക്ക് ഇത്തവണ ജലരാജാക്കന്മാരാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല മികച്ച സമയം, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് അവർ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ളത്. ആര്യ, ശരി, ആത്മവിശ്വാസത്തോടെ വന്നു ആരോമ. കപ്പ് തൂക്കിയിരിക്കുകയാണ്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.